പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അതായത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ചില അസംഷൻസും അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. അതായത് നമുക്ക് ഈ തിയറിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ അസ്യൂം ചെയ്തെടുക്കാം, ഈ തിയറിക്ക് എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അച്ചടിച്ചിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇത് ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രകാരമല്ല അവരിത് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു മിക്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനൊരു ചെറിയ സൈഡ് ബോക്സിൽ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇതിലേക്ക് മെർജ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. ശരിക്കും നിങ്ങൾ ടോട്ടൽ യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റിയും പോലെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എന്നിട്ട് അത് മൂന്നും പഠിച്ചതിന് ശേഷം ഇതിൻ്റെ അസംഷൻസും ലിമിറ്റേഷൻസും ഒക്കെ പറയുകയാണ് വേണ്ടത്. ഇത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഒരു എക്സ്ട്രാ റീഡിംഗ് ആയി കൊടുക്കുകയും എന്നിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ കാര്യങ്ങളെ അതിൻ്റെ ലിമിറ്റേഷൻസും ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ലിമിറ്റേഷൻസും അസംഷൻസും ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയും പിന്നെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ അസംഷൻസും ലിമിറ്റേഷൻസും എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഒരു ഹെഡിങ് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഓർഡർ ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം, ഇത് വായിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ ചില പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്താണോ എഴുതേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതി തരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്നാണ് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻസ് ദാറ്റ് ഓൾ പ്രൊഡക്ട്സ് മസ്റ്റ് ബി ഓഫ് ദ സെയിം ക്വാളിറ്റി ആൻഡ് ദാറ്റ് ദ കൺസ്യൂമേഴ്സ് ഇൻകം ആൻഡ് ടേസ്റ്റസ് ഡു നോട്ട് ചേഞ്ച്. എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ആദ്യം എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് സൈഡ് ബോക്സിൽ വായിച്ചു നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസ്യൂമിങ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി ഡിക്ലൈൻസ് ആസ് ഇറ്റ്സ് കൺസപ്ഷൻ ഇൻക്രീസസ് വൈൽ കീപ്പിംഗ് കൺസപ്ഷൻ ഓഫ് അതർ കമോഡിറ്റീസ് കോൺസ്റ്റൻറ്റ്. എന്താണ് ഈ പറഞ്ഞ കാര്യം? നിങ്ങൾ നേരത്തെ ഈ ഓറഞ്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യത്തിലേക്ക് വരാം. അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഓറഞ്ചാണ്, ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നും വാങ്ങുന്നില്ല, ഓറഞ്ച് മാത്രമാണ് വാങ്ങുന്നത്. അതിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഈ പറയുന്ന നമ്പർ ഓഫ് കൺസപ്ഷൻ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ വേണ്ടി പറ്റും. മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആദ്യം ഒരു സാധനം വാങ്ങുമ്പോൾ ഉള്ളതല്ല, രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ വാങ്ങുമ്പോൾ, അതായത് നിങ്ങൾ കൂടുതൽ ഈ സാധനം ഒരേ സാധനം കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരേ സാധനം, ഇതിൻ്റെ ഇടയിൽ ആപ്പിളോ അല്ലെങ്കിൽ പൈനാപ്പിളോ വേറെ സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ ഓറഞ്ച് മാത്രം നിങ്ങൾ സ്ഥിരം അതേ സാധനം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുകയാണ്, വേറെ സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. വേറെ സാധനങ്ങൾ പിന്നെ വാങ്ങുന്നത്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വാങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായ ഇഷ്ടമായിരിക്കില്ല, രണ്ടാമത് അതിങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെ ഈ പറയുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ്, നിങ്ങൾ വാങ്ങുന്ന സാധനത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോടുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ അഥവാ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നമുക്കിങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടി വരും, പക്ഷേ ഇത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ അതായത് ഡിമിനിഷ് ചെയ്തു പോവുക, അതായത് ഡിമിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നിറം മങ്ങി വരിക എന്നുള്ള അർത്ഥം. അതായത് നിങ്ങൾ കൂടുതൽ വാങ്ങുന്തോറും അതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വരും എന്നുള്ളൊരു ആശയമാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ വായിച്ചു നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസ്യൂമിങ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി ഡിക്ലൈൻസ് ആസ് ഇറ്റ്സ് കൺസപ്ഷൻ ഇൻക്രീസസ്. നിങ്ങൾ വാങ്ങുന്നതിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഓരോ അഡീഷണൽ യൂണിറ്റ് നിങ്ങൾ കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നുള്ള മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്ത് കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. നേരത്തെ ആ ബോക്സ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും.
ആദ്യം വാങ്ങുമ്പോൾ ഉള്ള മാർജിനൽ യൂട്ടിലിറ്റിയിലെ രണ്ടാമത് വാങ്ങുമ്പോൾ. അപ്പോൾ നിങ്ങൾ അഡീഷണലി ഒരു കമ്മോഡിറ്റി അഡീഷണലി നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്ത് വരുമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വൈൽ കീപ്പിംഗ് കൺസംഷൻ ഓഫ് അതർ കമ്മോഡിറ്റീസ് കോൺസ്റ്റൻറ്റ്. എന്തായിരിക്കണം, അത് നിങ്ങൾ ഒരേ സാധനം തന്നെയാണ് വാങ്ങുന്നത്, മറ്റുള്ളത് അതിൻ്റെ ഇടയിൽ വരുന്നില്ല. നിങ്ങളിപ്പം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് നല്ല ഒരു വിശന്നിരിക്കുന്ന സമയം ഞാൻ ഒരു ഫുഡ് കഴിച്ചു, ഞാൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ പോയി. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു സാധനം കഴിച്ചത്. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാണ്, ഒരു പിന്നെ ഒരു ഉച്ചക്കോ അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഞാൻ ഒരു ഫുഡ് വാങ്ങുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ കാര്യം, ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വാങ്ങുകയാണെങ്കിൽ ആ രാവിലെ തന്നെ വാങ്ങിയതിൻ്റെ കാര്യമാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഞാനൊരു ഇപ്പോൾ ഒരു ചായ കുടിച്ചു, ആ ചായ കുടിച്ചു, ഞാൻ വീണ്ടും ഒരു ചായ കൂടി കുടിച്ചു, വീണ്ടും ഒരു ചായ കൂടി കുടിച്ചു, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ. എന്നാൽ ഞാനൊരു ചായയും അതിൻ്റെ കൂടെ ഒരു പഴംപൊരിയും കഴിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയും, ഞാനൊരു ചായയും ഒരു എന്താ പറയുക പരിപ്പ് വടയും കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന യൂട്ടിലിറ്റിയും വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ ചായയും പഴംപൊരിയാണെങ്കിൽ ചായയും പഴംപൊരിയും മാത്രം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നു. ഞാൻ ഒരു ചായയും ഒരു പരിപ്പ് വടയും ആണെങ്കിൽ ഇത് മാത്രം കണ്ടിന്യൂസ്. ഞാൻ ആദ്യം ഒരു ചായ കുടിച്ചു, അതിൻ്റെ കൂടെ ഒരു പഴംപൊരി കഴിച്ചു, പിന്നെ ഞാനൊരു ചായയും ഒരു പരിപ്പ് വടയാണ് കഴിക്കുന്നത്. പിന്നീട് മൂന്നാമത് ഞാൻ വീണ്ടും ഒരു ചായയും പഴംപൊരിയും കഴിക്കുമ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. ഇത് ചായയും പരിപ്പ് വടയാണെങ്കിൽ ചായയും പരിപ്പ് വട മാത്രം, ചായയും പഴംപൊരി ആണെങ്കിൽ ചായയും പഴംപൊരി മാത്രം. അതാണ് മറ്റ് കമ്മോഡിറ്റികൾ കോൺസ്റ്റൻറ്റ് എന്താ പറയുന്നത്, അതിനെ മാറ്റിയിട്ട് ഈ കാര്യം കോൺസ്റ്റൻ്റ് ആയിരിക്കണമെന്ന് പറയുന്നത്. എനിവേ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കണ്ട. ബേസിക്കലി നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ച് വെക്കുക, നിങ്ങൾ ഒരു സംഗതി കൂടുതൽ നമ്പർ ഓഫ് കൺസപ്ഷൻ അതേ സാധനം റിപ്പീറ്റ് ചെയ്ത് വാങ്ങുമ്പോൾ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അസംഷൻസും അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസുമാണ് ആദ്യം ഇവരിവിടെ പറയുന്നത്, ആ ഹെഡിങ്ങിൽ പറയുന്നത്. എന്നിട്ട് ഹെഡിങ് എഴുതി വെച്ചിരിക്കുന്നത് അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്നും. എന്തായാലും നമുക്ക് പരീക്ഷയിൽ ഇവരെ നമ്പാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മൂന്നിൻ്റെയുമായിട്ട് സെപ്പറേറ്റ് കോളം വരച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതി തരാം. എനിവേ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ആദ്യം ഒന്ന് പറയുന്നത്, ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻസ് ദാറ്റ് ഓൾ പ്രൊഡക്ട്സ് മസ്റ്റ് ബി ഓഫ് ദ സെയിം ക്വാളിറ്റി. നമ്മൾ വാങ്ങിക്കുന്ന ആ സാധനം എന്ന് പറയുന്നത് എല്ലാം ഒരേ ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. ഇപ്പോൾ ഞാനൊരു ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന ഐസ്ക്രീം എല്ലാം, ഇപ്പോൾ ഒരു കമ്പനി ഒരു മെഴ്സലൈസിൻ്റെ ഐസ്ക്രീം ആണെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നത് മുഴുവൻ മെഴ്സലൈസിൻ്റെ ഐസ്ക്രീം ആയിരിക്കണം. അല്ല, ഞാനൊരു മെഴ്സലൈസിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചു, വീണ്ടും ഒരെണ്ണം കൂടെ വാങ്ങിച്ചു, പിന്നെ ഞാൻ മൂന്നാമത് വാങ്ങിക്കുന്ന അരുണ്ട ഐസ്ക്രീം ആണെങ്കിലോ, അതല്ല പറയുന്നത്. ഞാൻ വാങ്ങിക്കുന്ന എല്ലാം ഒരേ ക്വാളിറ്റിയിലുള്ളതായിരിക്കണം, ഒരേ കമ്പനിയുടെ ഒരേ ക്വാളിറ്റിയുള്ള അതേ സാധനമായിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, ദ കൺസ്യൂമേഴ്സ് ഇൻകം എന്താണ് ഒരു മാറ്ററുമാണ്. കൺസ്യൂമേഴ്സ് ഇൻകം, അതായത് ഇപ്പം ഞാനിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പോകുന്ന സമയത്ത് ഇപ്പം എൻ്റെ കയ്യിൽ ഞാനൊരു 25,000 രൂപ മാസ വരുമാനമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പൈസയിൽ എൻ്റെ കയ്യിലുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ വാങ്ങിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ 50,000 രൂപ മാസ വരുമാനമുള്ള ഒരാളോ ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഈ മാസം എൻ്റെ കയ്യിൽ എനിക്ക് ഈ മാസം 25,000 രൂപയാണ് എനിക്ക് എൻ്റെ കയ്യിലുള്ള വരുമാനം. അപ്പോൾ ആ പൈസ ഒക്കെ ഉപയോഗിച്ച് എൻ്റെ മറ്റ് ചിലവുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്ന സാധനം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുന്നത്. അടുത്ത മാസം ചിലപ്പോൾ എൻ്റെ കയ്യിൽ 10,000 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച അത്ര എണ്ണം വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾ 25,000 രൂപയുള്ള ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ അടുത്ത തവണ അതിനെ കമ്പയർ ചെയ്യുമ്പോഴും 25,000 രൂപ വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്യണം. അല്ലാതെ 10,000 രൂപയുള്ള ഒരാളുടെ ഇൻകവും 25,000 രൂപയുള്ള ഒരാളുടെ ഇൻകവും ഇത് രണ്ടും ഈ രണ്ട് പേരും രണ്ട് രീതിയിലായിരിക്കും ആ പ്രൊഡക്റ്റിനെ കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കാം. അതും ഒരു പോയിൻ്റാണ്. അടുത്തത്, അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം സെയിം ആയിരിക്കണം, ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ടേസ്റ്റും മാറാൻ പാടില്ല. ടേസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, അതിനോടുള്ള ഇഷ്ടമാണ്. ബേസിക്കലി ഇപ്പോൾ ഞാൻ ഐസ്ക്രീമിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഒരാൾക്ക് നല്ല ഇൻകവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അയാൾക്ക് ഇഷ്ടം സ്ട്രോബെറി ഐസ്ക്രീമാണ്. അയാൾ ഒരുപാട് സ്ട്രോബെറി ഐസ്ക്രീമുകൾ വാങ്ങിക്കുന്നു. എന്നാൽ വേറൊരാൾ അയാൾക്ക് ഇഷ്ടം ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരിക്കാം.
അയാൾ ചോക്ലേറ്റ് ഐസ്ക്രീം ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീം കഴിച്ച ആളെ കമ്പയർ ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്യണം. ചോക്ലേറ്റ് ഐസ്ക്രീം കഴിച്ച ആളെ കമ്പയർ ചെയ്യണം, അത് മാത്രം വെച്ചിട്ട് കമ്പയർ ചെയ്യണം. വേറൊരു കാര്യം കൂടെയുണ്ട്. ഇത് ചിലപ്പോൾ ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ഒരാളോ, നല്ല പൈസ ഉണ്ട് പക്ഷേ ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ഒരാളോ, അയാൾ അത്രത്തോളം വാങ്ങിക്കില്ല. അപ്പോൾ അതും എന്താണ് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ഈ തിയറി പ്രകാരം യൂട്ടിലിറ്റി കണക്കാക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇത് പലർക്കും ഇപ്പോൾ കത്തുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ഇത് എന്താണെന്നുള്ളത് സെപ്പറേറ്റ് കോളം എഴുതിയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ആ എഴുതുന്ന കാര്യം മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി. ഇനി ഇതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഇവിടെയും ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. എങ്കിലും നമുക്ക് നോക്കാം. മസ്റ്റ് ബി കണ്ടിന്യൂസ്, തുടർച്ചയായിട്ട് വാങ്ങണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഒരു ചായ കുടിച്ചു, പിന്നെ ഞാൻ രാത്രിയിലാണ് ഒരു ചായ കുടിക്കണത്. അപ്പം എനിക്ക് രാവിലെ കുടിച്ച ചായയുടെ യൂട്ടിലിറ്റി ആയിരിക്കില്ല രാത്രി കഴിച്ചപ്പോൾ ഉണ്ടാവുക. അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് രാവിലെ കുടിച്ച ചായ അപ്പം തന്നെ വീണ്ടും ചായ, അപ്പം തന്നെ വീണ്ടും ചായ, അങ്ങനെ രാവിലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എത്ര ചായ കുടിച്ചു അല്ലെങ്കിൽ എത്ര എണ്ണം വാങ്ങിച്ചു, അത് വെച്ചിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരു ദിവസം ഞാൻ പല തവണകളിലായിട്ടായിരിക്കും വാങ്ങിയത്, അത് പറ്റില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഈ യൂട്ടിലിറ്റി തിയറി വർക്കൗട്ട് ആവില്ല. പിന്നെ എന്താ പറയുന്നത്? ദ യൂസ് ഓഫ് അതർ ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള മറ്റ് വസ്തുക്കൾ ഉണ്ടാവില്ലേ. ഞാനൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയാൽ ഞാൻ ഒരു സാധനം മാത്രമല്ല വാങ്ങാം, വേറെയും കുറേ സാധനങ്ങൾ വാങ്ങാൻ ചാൻസ് ഇല്ലേ. അപ്പോൾ മറ്റ് പ്രൊഡക്റ്റുകൾ അതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല. ഓക്കെ, മറ്റ് പ്രൊഡക്റ്റുകൾ അതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ ഒരു ഓറഞ്ച് എടുത്തു, ആ ഓറഞ്ച് എടുത്തിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, ആ ഓറഞ്ച് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു ആപ്പിളാണ് കഴിക്കുന്നത്, പിന്നെ ഞാൻ വേറെ എന്തോ ഒരു വാട്ടർ മെലൺ കഴിച്ചു, പിന്നെ ഞാൻ വീണ്ടും ഓറഞ്ച് വന്ന് കഴിക്കുക. അത് പറ്റില്ല. നിങ്ങൾ തുടർച്ചയായി ഒരേ സാധനമായിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സാധനം. അതിൻ്റെ ഇടയിലുള്ള മറ്റ് സാധനങ്ങളെ അതിൻ്റെ ഇടയിൽ കൂട്ടാനായിട്ട് പറ്റില്ല. അതിനെ നിയന്ത്രിക്കണമെന്നാണ്, മറ്റുള്ളതിനെ നിയന്ത്രിക്കണമെന്നുള്ളതാണ്. അതാണ് അസർട്ടൻ എന്ന് പറയുന്നത്, നിജപ്പെടുത്തുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, ദ യൂണിറ്റ്സ് മസ്റ്റ് ബി ഓഫ് എ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. നിങ്ങൾ എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. അത് എടുക്കുന്ന എന്തായിരിക്കണം? ഒരേ അളവിലും ഒരേ ഗുണത്തിലുമായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതെങ്കിൽ ഞാൻ എടുത്തത് ഒരു കോൺ ഐസ്ക്രീമാണെന്ന് വിചാരിക്കാം. ഞാൻ എടുത്തത് ഒരു കോൺ ഐസ്ക്രീമാണ്. അപ്പോൾ അത് കോൺ ഐസ്ക്രീം എടുക്കുന്ന സമയത്ത് ഞാൻ എടുത്തത് മെഴ്സലേസിൻ്റെ ഒരു വാനില ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ, കോൺ ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടത് മുഴുവൻ ഈ തിയറി പ്രകാരം എടുക്കേണ്ടത് ഞാൻ എന്താണ്? ഞാൻ മെഴ്സലേസിൻ്റെ തന്നെ കോൺ ഐസ്ക്രീം തന്നെ, അതേ വലിപ്പമുള്ള കോൺ ഐസ്ക്രീം തന്നെ, വാനില ഐസ്ക്രീം തന്നെ എടുക്കണം. ഓക്കെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യരുത്? എനിക്ക് മെഴ്സലേസിൻ്റെ കോൺ ഐസ്ക്രീമിന് പകരം ഞാൻ വേറൊരു ബൗൾ ഐസ്ക്രീം എടുക്കരുത്. വാനിലയ്ക്ക് പകരം ഞാനൊരു സ്ട്രോബെറി എടുക്കരുത്. ഞാൻ എടുക്കുന്നത് എന്താണോ അത് തന്നെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഈ തിയറി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും സെയിം ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ആദ്യം കഴിച്ചത് ഒരു മെഴ്സലേസിൻ്റെ ഒരു കോൺ ഐസ്ക്രീം കഴിച്ചു, വാനിലയാണ്. രണ്ടാമത് ഞാൻ കഴിക്കുന്നത് ആ കോൺ ഐസ്ക്രീമിൽ നിന്നൊരു സ്പൂണാണെന്നുണ്ടെങ്കിലോ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ആദ്യം കഴിച്ചതും രണ്ടാമത് കഴിച്ചതും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. യൂട്ടിലിറ്റി തമ്മിൽ എന്ത് ഉണ്ടായിരിക്കും? വലിയ കാര്യമായ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ സെയിം സംഗതി കഴിക്കുമ്പോഴാണ്, സെയിം സംഗതി കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഒരേ ക്വാണ്ടിറ്റിയിൽ ഒരേ ക്വാളിറ്റിയിൽ സെയിം, ഒരേ അളവിലും ഒരേ ഗുണത്തിലും ഒരേ സെയിം ഇതാക്കുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ സിൻസ് യൂട്ടിലിറ്റി കനോട്ട് ബി ക്വാണ്ടിഫൈഡ് യൂസിങ് കാർഡിനൽ നമ്പേഴ്സ്. ശരിക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഇതൊന്നും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് എത്ര സാറ്റിസ്ഫൈഡ് ആയി, നിങ്ങൾക്ക് എത്ര യൂട്ടിൽസ് കിട്ടി എന്നുള്ളതൊന്നും ശരിക്കും അത് പോസിബിളായ കാര്യമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ന്യൂ തിയറീസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു റീപ്ലേസ് ദ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഒബ്വിയസ്ലി കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയെ അപ്പുറത്തേക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പല തിയറികളും വന്നിട്ടുണ്ട്, വരണമല്ലോ. കാര്യം ഇത് അത്ര പ്രാക്ടിക്കലായുള്ളൊരു സംഗതിയല്ല. ഹവർ it's a fact that the utility obtained from a good decreases as additional units of it are consumed and it also generally influences consumption. എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളെന്താണ്? ദ യൂട്ടിലിറ്റി ഒബ്റ്റെയിൻ ഫ്രം എ ഗുഡ്, നിങ്ങളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി അത് ഡിക്രീസ് ചെയ്യും. എപ്പോൾ? ആസ് അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് ഇറ്റ് ആർ കൺസ്യൂംഡ്.
അതേ സാധനം വീണ്ടും വീണ്ടും വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, വലിയ വില ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ജനറലി ഇൻഫ്ലുവൻസ് കൺസപ്ഷൻ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ വാങ്ങുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. കാര്യം നിങ്ങൾ കൂടുതൽ വാങ്ങിക്കില്ല എന്നുള്ളതാണ്. കൂടുതൽ വാങ്ങിക്കില്ല, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ മടുക്കും, അപ്പോൾ പിന്നെ നിങ്ങൾ അത് നിർത്തും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുമാത്രമാണ്, അത് നമുക്കൊരു പൊതുവെ ഒരു ജനറലി തിങ്ക് ചെയ്താൽ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത് പറയുന്നത് യൂട്ടിലിറ്റി ഈസ് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അനുസൃതമായിട്ടാണ്. ചില ആൾക്കാർക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ആയിരിക്കില്ല വേറൊരാൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഏകദേശം ഒരു 10ഓളം ലിമിറ്റേഷൻസ് ശരിക്കും ഉണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു ഓർഡറിലല്ല കൊടുത്തത്. വെരി വെരി ഡിസപ്പോയിൻറ്റഡ് ആണ്. എനിവേ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കാര്യം ഞാൻ ലാസ്റ്റ് എഴുതി തരാം. ഇറ്റ് മേ വേരി ഡിപ്പെൻഡിങ് ഓൺ പ്ലേസ് ആൻഡ് ടൈം. അതായത് ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആളുകൾക്കനുസരിച്ചിട്ടും അതുപോലെ തന്നെ സ്ഥലത്തിനനുസരിച്ചിട്ടും സമയത്തിനനുസരിച്ചൊക്കെ മാറും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ദ യൂട്ടിലിറ്റി പ്രൊവൈഡഡ് ബൈ എ ഫാൻ ടു എ പേഴ്സൺ ലിവിങ് ഇൻ എ ഹോട്ട് ക്ലൈമറ്റ് മേ നോട്ട് ബി ദ സെയിം ഫോർ എ പേഴ്സൺ ഇൻ കോൾഡ് ക്ലൈമറ്റ്. നിങ്ങളൊരു ഫാൻ വാങ്ങുന്ന ഒരാൾക്ക് അത് ചൂടുള്ള ഒരാൾക്ക്, ചൂട് ക്ലൈമറ്റിലുള്ള ഒരാൾ അല്ലെങ്കിൽ ചൂട് സമയത്താണ് വാങ്ങുന്നത്, അപ്പം ആ പ്ലേസിന് അല്ലെങ്കിൽ ആ ക്ലൈമറ്റ് ആ ടൈം അനുസരിച്ചിട്ട് അയാൾക്കത് വളരെ ഉപകാരപ്പെടും. എന്നാൽ തണുപ്പുള്ള ഒരു സ്ഥലത്താണെങ്കിലോ ആ ഫാൻ അത്രത്തോളം അത് ഉപകാരപ്പെടില്ല, അത് ഫാനിൻ്റെ ആവശ്യമില്ല അവിടെ. അപ്പോൾ ഒരേ വസ്തുവിൻ്റെ തന്നെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ടൈം അനുസരിച്ചിട്ടും സ്ഥലങ്ങൾക്കനുസരിച്ചിട്ടും മാറുമെന്നാണ്. എനി കൺസ്യൂമർ വുഡ് പ്രിഫർ ടു ചൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് പ്രൊവൈഡ് ദ മോസ്റ്റ് യൂട്ടിലിറ്റി. എല്ലാ കൺസ്യൂമേഴ്സും എന്താണ് ആഗ്രഹിക്കുന്നത്? ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങാനാണ്. അപ്പോൾ ഞാനൊരു പേന വാങ്ങാൻ പോയാലും, ഞാനൊരു ഫാന് വാങ്ങാൻ പോയാലും, ഞാനൊരു ബൈക്ക് വാങ്ങാൻ പോയാലും ഒക്കെ എൻ്റെ ആവശ്യം നടക്കുന്ന ഏറ്റവും നല്ല സാധനം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. ബട്ട് വി നോ ദാറ്റ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഓഫൻ ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പക്ഷേ എന്ന് കരുതിയിട്ട് ഇപ്പോൾ നല്ല സർവീസ് കിട്ടുന്ന ഒരു വണ്ടി വേണം എനിക്ക് എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാർ എടുക്കാൻ പോവുകയാണ്, എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയേ ഉള്ളൂ, പക്ഷേ എനിക്കൊരു BMW കാറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് നടക്കില്ല. അപ്പം അതിനർത്ഥം എന്താണ്? അപ്പം നമ്മൾ നല്ല യൂട്ടിലിറ്റി ഉള്ള സാധനമാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ നമ്മൾ ആ സാധനത്തിൻ്റെ പ്രൈസ്, അതിൻ്റെ നമ്മുടെ ഇൻകം, നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനത്തിന് എത്ര പൈസ ഉണ്ട്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു സാധനം ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 10 ലക്ഷം ആണെങ്കിൽ ഞാൻ 10 ലക്ഷത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സാധനം ചൂസ് ചെയ്യും. 10 ലക്ഷം രൂപ വില വരുന്ന കാറിൽ ഏറ്റവും നല്ലത് ഏതാണോ അത് ഞാൻ ചൂസ് ചെയ്യും. അങ്ങനെയാണ് പോവുക. എവറി കൺസ്യൂമർ വുഡ് ലൈക്ക് ടു ഹാവ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ അറ്റ് എ റീസണബിൾ പ്രൈസ് ആൻഡ് ഇൻ ആക്യുറേറ്റ് മെഷർമെൻറ്റ്. എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് വളരെ റീസണബിളായ പ്രൈസിൽ, വളരെ ന്യായമായ വിലയിൽ സാധനങ്ങൾ കിട്ടണം, ഗുഡ്സ് ആൻഡ് സർവീസസ് കിട്ടണമെന്നും അത് ആക്യുറേറ്റ് മെഷർമെൻറ്റിൽ കിട്ടണമെന്നാണ്, ശരിയായ അളവിൽ കിട്ടണമെന്നുള്ളതാണ്. ഞാനൊരു കടയിൽ പോയി ഞാൻ 1 കിലോ പറഞ്ഞു, എനിക്ക് 900 ഗ്രാമാണ് കിട്ടിയെങ്കിലോ അവിടെ ശരിയായ ഒരു കാര്യമല്ല. എനിക്ക് ലോകത്ത് എവിടെ ഇല്ലാത്തൊരു പ്രൈസിലാണ് ആ സാധനം തരുന്നതെങ്കിലോ അതും ശരിയായ കാര്യമല്ല. നമ്മളെല്ലാവരും ഒരു പ്രൊഡക്റ്റിന് നമ്മൾ കാണുന്ന ഒരു വിലയുണ്ട്, ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന വിലയിലാണെങ്കിലേ നമ്മൾ ആ സാധനം വാങ്ങുള്ളൂ, അല്ലേ? റീസണബിൾ പ്രൈസിലല്ലാതെ നമുക്കൊരു എവിടെ ഇല്ലാത്തൊരു വിലയാണെങ്കിൽ നമ്മളത് വാങ്ങാൻ തയ്യാറാവില്ല. ഏറ്റവും കൃത്യമായ അളവിൽ നമുക്ക് ആ സാധനം കിട്ടണം. കുറച്ച് അളവ് കൂടുതൽ കിട്ടിയാലും വേണ്ടില്ല, കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾസോ ദ റൈറ്റ് ഓഫ് കൺസ്യൂമർ. അപ്പോൾ ഈ റീസണബിൾ പ്രൈസിലും അതുപോലെ തന്നെ ആക്യുറേറ്റ് മെഷർമെൻറ്റിലും നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരു കൺസ്യൂമറിൻ്റെ ശരിയായ അവകാശമാണ്, റൈറ്റാണ് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. വേറെ ഏതൊക്കെ റൈറ്റ്സാണ് നമുക്കുള്ളത് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറെ ഏതൊക്കെ റൈറ്റ്സുകളാണ് നമുക്കുള്ളതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സൈഡിലൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, യൂട്ടിലിറ്റിയും യൂസ്ഫുൾനെസ്സും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. അതായത് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ്സ് ഹാവ് യൂട്ടിലിറ്റി. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? യൂട്ടിലിറ്റി ഉണ്ട്. ബട്ട് ഓൾ ഓഫ് ദം നീഡ് നോട്ട് ബി യൂസ്ഫുൾ. പക്ഷെ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല. ഓക്കെ, എല്ലാ സാധനത്തിനും യൂട്ടിലിറ്റി ഉണ്ട്, പക്ഷെ അത് എല്ലാവർക്കും ഉപയോഗപ്രദമാവണമെന്നില്ല. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഹൂ സ്മോക്സ് എ സിഗരറ്റ് ഗെറ്റ്സ് യൂട്ടിലിറ്റി ഫ്രം ഇറ്റ്. ഒരു സിഗരറ്റ് വലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് വാങ്ങിച്ച് വലിക്കുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട്, വിച്ച് മീൻ സിഗരറ്റിന് യൂട്ടിലിറ്റി ഉണ്ട്. ബട്ട് ആസ് വി നോ സിഗരറ്റ് ഈസ് നോട്ട് എ യൂസ്ഫുൾ തിങ്. പക്ഷെ നമുക്കറിയാം സിഗരറ്റ് ഒരു നല്ല കാര്യമല്ല, ആരോഗ്യത്തിന് കേടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാംഫുൾ ടു ഹെൽത്ത്. അത് നമ്മുടെ ആരോഗ്യത്തിന് ഉപദ്രവകരമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് സിഗരറ്റ് യൂട്ടിലിറ്റിയാണ്, നമ്മളെ സംബന്ധിച്ചിട്ട് വലിക്കാത്ത ഒരാൾ അല്ലെങ്കിൽ അത് ശ്വസിക്കുന്ന ഒരാൾക്ക് സംബന്ധിച്ച് അത് യൂസ്ഫുൾ അല്ലാത്തൊരു കാര്യമാണ്, ഹാംഫുള്ളും ആയിട്ടുള്ളൊരു കാര്യമാണ്. എത്തിക്സ് ആസ് നോ റെലവൻസ് ഇൻ യൂട്ടിലിറ്റി. അപ്പം എല്ലാത്തിനും യൂട്ടിലിറ്റി ഉണ്ട്, അവിടെ എത്തിക്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവർക്ക് യൂട്ടിലിറ്റി ഉണ്ട്, കഞ്ചാവ് വലിക്കുന്നവന് യൂട്ടിലിറ്റി ഉണ്ട്, MDMA യൂസ് ചെയ്യുന്നവർക്കും യൂട്ടിലിറ്റി ഉണ്ട്. എന്നാൽ
അവിടെ എത്തിക്സ് അല്ല നോക്കുന്നത്, ആ സാധനം ഇത് യൂസ് ചെയ്യുന്നവൻ്റെ എത്തിക്സ് അനുസരിച്ചിരിക്കും. MDMA യൂസ് ചെയ്യാൻ പാടില്ല, പക്ഷേ അത് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് MDMA അയാൾക്ക് യൂട്ടിലിറ്റി നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് സമൂഹത്തിന് കേടാണ്. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ലഹരി എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ എന്ന് കരുതി ലഹരിക്ക് യൂട്ടിലിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിക്ക് യൂട്ടിലിറ്റി ഉണ്ട്. അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് അവരെ സംബന്ധിച്ച് അത് യൂട്ടിലിറ്റി നൽകുന്ന ഒന്നാണ് ആ സെൻസിൽ. ഓക്കെ, അതാണ് ഇവിടെ സിഗരറ്റിൻ്റെ ഉദാഹരണം പറഞ്ഞത്. എനിവേ, ഞാൻ നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ട പോയിന്റുകൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ എക്സാമിന് നിങ്ങൾക്കൊരു ചോദ്യം വരികയാണ്, ഇതിൻ്റെ യൂട്ടിലിറ്റിയുടെ അസംഷനും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുക ലിമിറ്റേഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ താഴെ പറയുന്ന പോയിന്റുകൾ എഴുതി വെക്കാം. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ നമുക്കിതെല്ലാം മിക്സ്ഡ് ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാം, പക്ഷെ ഞാൻ സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് തന്നെ എഴുതാം. ഇപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ലിമിറ്റേഷൻസ് ആണ് നിങ്ങളോട് ചോദിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം, ലിമിറ്റേഷൻസ് ഓഫ് ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇതിപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന സാധനമാണ്. ശരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആകെ കച്ചറയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ നിങ്ങൾ എഴുതേണ്ടത്, ഒന്ന് കൺസംഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്. നിങ്ങൾ വാങ്ങുന്ന സാധനം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് വാങ്ങിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കണം, കണ്ടിന്യൂസ്. അടുത്തത് നിങ്ങൾക്ക് എഴുതാം, ദ യൂസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്. മറ്റ് സാധനങ്ങളുടെ അല്ലെങ്കിൽ അതർ ഗുഡ്സ് എന്ന് എഴുതാം. അതർ കമ്മോഡിറ്റീസ് മസ്റ്റ് ബി അസേർട്ടൻ. അതായത് മറ്റുള്ള വസ്തുക്കൾ അതിൻ്റെ ഇടയിൽ കയറി വരാൻ പാടില്ല. നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന അത് മാത്രമായിരിക്കണം. ഇനി ദ യൂണിറ്റ്സ് മസ്റ്റ് ബി എ ഫിക്സഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. നിങ്ങൾ വാങ്ങുന്ന സാധനം ഒരേ അളവിലും ഒരേ അളവുള്ള അതേ സാധനമായിരിക്കണം. ഇപ്പോൾ 1 കിലോയുടെ സാധനമാണെങ്കിൽ 1 കിലോ തന്നെ വാങ്ങണം. അതിൻ്റെ ഇടയിൽ 1.5 കിലോ 500 ഗ്രാമോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ ഐസ്ക്രീമിൻ്റെ ഏത് ടൈപ്പ് ഐസ്ക്രീമാണോ അതിൽ ഫുള്ളായിട്ട് അടുത്തതും അതേ ഐസ്ക്രീം ഫുള്ളായിട്ട് കഴിക്കണം. അല്ലാതെ അതിൻ്റെ ഇടയിൽ നിങ്ങളൊരു സ്പൂൺ ഐസ്ക്രീമോ ഒരു കോൺ ഐസ്ക്രീം ആദ്യം കഴിച്ചു പിന്നെ ഒരു സ്പൂൺ ഐസ്ക്രീമാണ് കഴിക്കുന്നത്, അതിൽ കാര്യമില്ല. നിങ്ങൾ കോൺ ഐസ്ക്രീം അടുത്തതും കോൺ ഐസ്ക്രീം പിന്നെ അത് ഒരേ അളവിലുള്ളതുമായിരിക്കണം, ഒരേ ഗുണത്തിലുള്ളതുമായിരിക്കണം. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, അസംഷൻസ് ഓഫ് ദ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. അങ്ങനെ ഒരു സാധനമായിട്ടാണ് നിങ്ങളോട് ചോദിക്കണമെങ്കിൽ ഇതൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കൊരു ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എഴുതി തരികയാണ്, ഇത് പഠിച്ചാൽ മതി. ഓക്കെ, അസംഷൻസ് ഓഫ് ദ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റുകൾക്ക് പകരം നിങ്ങൾക്ക് വേറെ കുറച്ച് പോയിന്റുകൾ എഴുതാം. അത് ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എഴുതാം, all products must be of the same quality. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ. നേരത്തെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി പറഞ്ഞില്ല, അതുപോലെ തന്നെ all products must be of the same quality. നമ്മൾ എടുക്കുന്ന സാധനത്തിനൊക്കെ ഒരേ ക്വാളിറ്റി ആയിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, the consumer അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇൻകം, ഇത് വാങ്ങുന്ന ആളുടെ ഇൻകം ആൻഡ് ടേസ്റ്റ്, അയാളുടെ താല്പര്യം, ടേസ്റ്റ് മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ്, അത് സ്ഥിരമായിരിക്കണം. അല്ലാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ
ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോയിട്ട് ആ സാധനം വാങ്ങുമ്പോൾ അതിനോടുള്ള യൂട്ടിലിറ്റി വേറെ ആയിരിക്കും. ഇഷ്ടമുള്ള ആൾക്കാർ, അപ്പോൾ നമ്മുടെ ഇഷ്ടം ചില സമയത്ത് ശരിയാ നല്ലതാവാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് ഫാനിൻ്റെ ചൂടുള്ള സമയത്ത് ഫാനിനോട് ഇഷ്ടമുണ്ടാവും, ചൂടില്ലാത്ത സമയത്ത് ഫാനിനോട് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ടേസ്റ്റ് കോൺസ്റ്റൻ്റ് ആയി സ്ഥിരമായിരിക്കണം. അതുപോലെ തന്നെ ഇൻകം, അയാൾക്ക് അത് വാങ്ങാൻ അയാളുടെ എല്ലാ പൈസയും സെയിം ആയിരിക്കണം ആ സമയത്ത്. ഇനി അടുത്ത നിങ്ങളോട് ചോദിക്കുകയാണ്, ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് ചോദിച്ചാലോ, നിങ്ങൾക്ക് അവിടെ എഴുതാവുന്ന ഒരു 3 പോയിൻ്റ് പറഞ്ഞുതരാം. യൂട്ടിലിറ്റി cannot be quantified using കാർഡിനൽ നമ്പേഴ്സ്. അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയാം, നമ്മുടെ സാധാരണ നമ്പേഴ്സ് കൊണ്ടൊന്നും നമുക്ക് ഈ പറയുന്ന സംഗതി യൂട്ടിലിറ്റി ഒന്നും ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും ഇത് പറ്റില്ല സാധാരണ നമ്പേഴ്സിൽ. അതൊക്കെ വെറുതെ പറയുന്ന വെറുതെ നമുക്ക് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന യൂട്ടിലിറ്റി ഈസ് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ്. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. അല്ലാതെ നിങ്ങൾ പറയണ പോലെ യൂട്ടിലിറ്റി വെച്ചുകൊണ്ടൊന്നും ഒരു സംഗതിയെ അളക്കാൻ പറ്റില്ല. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കില്ലേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫാൻ ഒരു ആൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി വേറെ ആയിരിക്കും. തണുപ്പുള്ള സ്ഥലത്ത് ഒരാൾക്ക് വേറെ ആയിരിക്കും. അത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റ് തന്നെ, ഇതേ സെയിം പോയിൻ്റ് തന്നെ. യൂട്ടിലിറ്റി മേ വാരി എൻ്റെ എഴുത്ത് നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടോ? ഞാൻ കുറച്ചും കൂടെ നന്നാക്കി എഴുതണമെങ്കിൽ എഴുതാം. യൂട്ടിലിറ്റി മേ വാരി. ഇതിങ്ങനെ നമ്മുടെ സ്ക്രീനിൽ എഴുതുമ്പോൾ ഇങ്ങനെ അത്ര റഫായിട്ടുള്ളൊരു സർഫേസിലല്ല എഴുതുന്നത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ തെറ്റിപ്പോകുന്നത്. ഡിപ്പെൻഡിങ് ഓൺ പ്ലേസ് ആൻഡ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലത്തിനും അതുപോലെ തന്നെ സമയവും ഒക്കെ അനുസരിച്ചിട്ട് ഓരോ സാധനത്തിൻ്റെ യൂട്ടിലിറ്റിയിൽ വ്യത്യാസം വരും അല്ലേ. ഇപ്പോൾ ചൂടുകാലത്ത് AC നമുക്ക് അത്യാവശ്യമാണ്, തണുപ്പ് കാലത്ത് വേണോ. അപ്പം പിന്നെ ചില ആൾക്കാർക്ക് AC ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർക്ക് AC ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇൻഡിവിജ്വൽ ബേസ്ഡിലും അതുപോലെ തന്നെ പ്ലേസ് ആൻഡ് ടൈം അനുസരിച്ചൊക്കെയാണെന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ലിമിറ്റേഷനാണ്. കാർഡിനൽ യൂട്ടിലിറ്റി തിയറി വർക്കൗട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളാണ്. കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാം. എല്ലാം ഒരേ ക്വാളിറ്റിയിലാണ് ക്വാണ്ടിറ്റിയിലാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എഴുതാനുള്ളൂ. അപ്പോൾ ഈ ഒരു പേജിൽ എഴുതിയിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾ ഈ ഭാഗത്തു നിന്ന് ചോദ്യം വരികയാണെങ്കിൽ എഴുതുക. ബാക്കിയൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കൺഫ്യൂഷൻ ആക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം.